ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ലാലേട്ടന്റെ സമീപകാലത്ത് തിയേറ്ററുകളിലേക്ക് എത്തിയ ക്ലാസ് മാസം നിറഞ്ഞ സിനിമയാണല്ലോ ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത ലാലേട്ടൻ നായകനെത്തിയ മലൈക്കോട്ടെ വാലിബൻ. 2024 ജനുവരി 25 തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ തിയേറ്ററുകളിലെ വലിയ പ്രതീക്ഷകളോടെ എത്തി. ആകെ മൊത്തത്തിൽ പ്രേക്ഷകർക്ക് നിരാശ സമ്മാനിച്ച സിനിമയാണെങ്കിലും ബിഗ് ബഡ്ജറ്റ് സിനിമ ചിത്രത്തിന്റെ നിർമ്മാതാവിനെ സംബന്ധിച്ച് സാമ്പത്തികമായിട്ട് നഷ്ടമുണ്ടാക്കിയ സിനിമ അല്ല എന്ന് ഷിബു ബേബി ജോൺ ഇക്കഴിഞ്ഞ ജനുവരിയിൽ ഒരു എഴുത്ത് അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു. ഇപ്പോഴത്തെ അത് ഒരിക്കൽ കൂടി ശരിവയ്ക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ് മീറ്റ് അഭിമുഖമാണ് ഷിബു ബേബി ജോണിൽ നിന്നും ഇന്ന് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. രാഷ്ട്രീയപരമായ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ഷിബു വിളിച്ചു ചേർത്ത പ്രസ് മീറ്റിലാണ് മലൈക്കോട്ടെ വാലിബനെ കുറിച്ച് ചോദിച്ചപ്പോൾ സിനിമ നഷ്ടമല്ല എന്നും OTT സാറ്റലൈറ്റ് ഓഡിയോ റൈറ്റ്സിലൂടെ നല്ല തുക ലഭ്യമായ സിനിമയാണ്, അതുകൊണ്ട് തന്നെ മലൈക്കോട്ടെ വാലിബൻ നഷ്ടമായില്ല എന്നുകൂടിയാണ് ഷിബു ബേബി ജോൺ ഒരിക്കൽ കൂടി വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം ആദ്യ ഭാഗം പ്രേക്ഷക അഭിപ്രായങ്ങളിൽ നിരാശപ്പെടുത്തിയത് കൊണ്ടാകാം രണ്ടാം ഭാഗത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ മലൈക്കോട്ടെ വാലിബന് രണ്ടാം ഭാഗം വരില്ല, അങ്ങനെ ഒരു പ്രോജക്റ്റിനോട് താല്പര്യമില്ലാത്ത രീതിയിലുള്ള സംസാരമായിരുന്നു കാണാനായിട്ട് കഴിഞ്ഞത്. മലൈക്കോട്ടെ വാലിബൻ കഴിഞ്ഞ വർഷത്തിലെ വലിയ സിനിമകളിൽ ഒന്നാണ്. നമുക്ക് അന്ന് ലഭ്യമായ റിപ്പോർട്ടുകൾ പ്രകാരം 50 കോടിയിലേറെ ബഡ്ജറ്റ് ഉണ്ടെന്നായിരുന്നു റിപ്പോർട്ടുകൾ ഉണ്ടായത്. എന്നാൽ ചില മീഡിയാസ് എല്ലാം തന്നെ 65 കോടി ബഡ്ജറ്റും രേഖപ്പെടുത്തിയിരുന്നു. എന്തായാലും എത്രയാണ് ബഡ്ജറ്റ് എങ്കിൽ പോലും ലാലേട്ടന്റെ സ്റ്റാർഡം കൊണ്ട് സിനിമ നിർമ്മാതാവിന് നഷ്ടമുണ്ടാക്കുന്നില്ല എന്ന റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നു. വാലിബന് ശേഷം ദാവീദായിരുന്നു ഈ ഫെബ്രുവരി മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ ഷിബു ബേബി ജോണിന്റെ ഏറ്റവും പുതുതായിട്ട് നിർമ്മിക്കപ്പെട്ട സിനിമ. ദാവീദിന്റെ ബോക്സ് ഓഫീസ് പ്രകടനത്തിൽ ഒട്ടും സംതൃപ്തനല്ലാത്ത നിർമ്മാതാവിനെയാണ് പ്രസ് മീറ്റിൽ കാണാനായിട്ട് കഴിഞ്ഞത്. വാലിബൻ മോശം അഭിപ്രായം ലഭ്യമായ സിനിമയാണ്, എന്നാൽ ദാവീദ് നല്ല അഭിപ്രായങ്ങൾ ലഭ്യമായിട്ടും എന്തുകൊണ്ട് ജനങ്ങൾ തിയേറ്ററുകളിലേക്ക് വരുന്നില്ല, വലിയൊരു കളക്ഷനിലേക്ക് സിനിമ പോകുന്നില്ല എന്നത് മാധ്യമങ്ങളോട് ആശ്ചര്യത്തോടെ ചോദിക്കുന്ന നിർമ്മാതാവിനെയാണ് ഇന്ന് നമുക്ക് കാണാനായിട്ട് ഇടയായത്. ദാവീദ് ആന്റണി വർഗീസ് നായകനെ എത്തിയ ഒരു ആക്ഷൻ സ്പോർട്സ് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്.